ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ഊഞ്ഞാല നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഏകദേശം ഒരു ഓവൽ ഷേപ്പൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഉള്ളിൽ ഒന്നും കൂടി ചെറുതാക്കി ഒന്നും കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇനി ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കാർഡ്ബോർഡ് ഫുള്ളായി കവർ ചെയ്ത് സ്പേസ് ഒന്നുമില്ലാതെ ഇതുപോലത്തെ ത്രെഡ് ചുറ്റി കൊടുക്കാം. ത്രെഡ് ചുറ്റുന്നതിന് മുൻപേ കാർഡ്ബോർഡിൽ ഇതുപോലത്തെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ ത്രെഡ് ചുറ്റാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ത്രെഡ് ചുറ്റുന്നത് നിർത്തണമെന്ന് തോന്നിയാൽ ഡബിൾ സൈഡ് ടാപ്പുള്ള ഭാഗത്ത് നിർത്തിയാലും മതി. അതാവുമ്പോൾ ഇതുവരെ ചുറ്റിയത് അഴിഞ്ഞു പോകൂല. അങ്ങനെ ത്രെഡ് കംപ്ലീറ്റ് ചെയ്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കമ്പി വളച്ചു കൊടുത്ത് സെൻറ്ററിൽ വെച്ച് അളവെടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടി സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ വീതിക്ക് കുറച്ചും കൂടി സ്പേസ് വിട്ടിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. നീളത്തിലും സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇതുപോലെ കമ്പി കട്ട് ചെയ്തെടുക്കണം. അതിന് സ്പേസ് വിടണമെന്നില്ല. ഇനി കട്ട് ചെയ്തെടുത്ത കമ്പികളൊക്കെ ഇതുപോലെ ത്രെഡ് ചുറ്റി കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നേരത്തെ സ്പേസ് വിട്ട് ഇതുപോലെ വളച്ചു കൊടുക്കാനാണ്. അത് ഇതുപോലെ വളച്ചു കൊടുക്കാം. ഇനി ഇത് ഓരോന്ന് നമുക്ക് ഇതിന്മേൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ലെങ്ത്തും വിഡ്ത്തും കൂട്ടി മുട്ടുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നേരത്തെ സ്പേസ് വിടാതെ കട്ട് ചെയ്തെടുത്ത കമ്പി കഷ്ണം ഒരു ഭാഗം ഫുള്ളായി ചുറ്റിയെടുത്ത് ഇതുപോലെ വളഞ്ഞ രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഊഞ്ഞാലിൻ്റെ പകുതി വരെ ആവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ത്രെഡും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു കട്ടിയുള്ള കമ്പി കഷ്ണം എടുത്ത് 2ആയി മടക്കി ഇതുപോലെ വളച്ചെടുക്കാം. അടിയത്തെ ഭാഗം വൃത്തം വരുന്ന രീതിക്കും മേലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് വളച്ചും കൊടുത്തുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി കമ്പി മുഴുവനായിട്ട് പൈപ്പിംഗ് ക്ലീനറായിട്ട് കവർ ചെയ്ത് ചുറ്റിയെടുക്കാം. ഇത് ചില സ്ഥലത്തൊക്കെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചതിൻ്റെ പാട് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫ്ലവർ വെച്ചുകൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ 2 ഹുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു എക്സും ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് ഊഞ്ഞാലെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ക്ലീനർ കൊണ്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഒരു മാർക്കറിൽ ഇതുപോലെ പൈപ്പിംഗ് ക്ലീനർ വെച്ചിട്ട് 5 തവണ ചുറ്റിയെടുത്ത് ഇതുപോലെ ഉള്ളിലൂടെ ഒന്ന് ചുറ്റിയെടുത്താൽ ഇതുപോലത്തെ ഒരു ഫ്ലവറായി കിട്ടും. അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ കുറച്ചധികം ഫ്ലവറും കുറച്ച് ലീഫും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ സ്റ്റിക്കിൻ്റെ പാടുള്ള സ്ഥലത്തൊക്കെ കവർ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഊഞ്ഞാലിൻ്റെ ചില ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലത്തെ വൈറ്റ് പേള ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഊഞ്ഞാലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട റെഡ് ആർട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.